7 മാസം ഗർഭിണിയായ കുഞ്ഞോൾ അവതരിപ്പിക്കുന്ന മീൻ പൊരിച്ചത്. പിന്നെ ഞങ്ങള് ചട്ടിയിലാണ് വിളമ്പല്ലേ. എന്തിന് ഇതിനാ കറ്റാക്കണേ? ആദ്യം നിങ്ങൾ ടാ പറയാൻ പഠിച്ചു വരടാ. എന്താണ് ജീ വിളിച്ചാർക്കണേ? എന്താ കടി? യാ മോനെ ഗൈസ് അത്ര മറ്റേശ ഇതെന്താ? കലത്തപ്പത്തിന്റെ ഒരു വെറൈറ്റി അല്ലേ? ഇതൊക്കെ ജീന ഉണ്ടാക്കിയാണല്ലേ? ഇത് കലത്തപ്പോ കുഞ്ഞൊക്കെ തിന്നാൻ പൂതിയായിരുന്നു നിൽക്കില്ലേ? സത്യ കലത്തപ്പ ഭയങ്കര പള്ളിയിലുണ്ടായ ഉടനെ ഇപ്പൊ ഒരു പീസ് കൊണ്ടുവന്നു ഇങ്ങനെ പീസ് ആക്കി കിട്ടുമല്ലോ. പിന്നെ ആ സാധനം ഞാൻ തിന്നിട്ടില്ല. പിന്നെ ഇതെന്താണ് ചൊറിയില്ല, ഒരു പലഹാരാണ്. കോഴിക്കോടൻ വിഭവത്തിൽ പെട്ടതാണല്ലേ? ഞങ്ങള് ചായക്ക് ഉപ്പിലിട്ട മാങ്ങ. പിന്നെ അതൊന്നല്ല സ്പെഷ്യൽ ഇതല്ലേ കുഞ്ഞോള് പ്രഗ്നന്റ് ആയതുകൊണ്ടേ അവളെ ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നെടുത്തതാണ് അതേല്ലേ? എന്താ ടേബിൾ ഇറങ്ങി പോയാ അവിടുന്ന്? നിങ്ങൾ പിന്നെ കുടിച്ചാ അറിയോ? ആ പാട്ട് തൊള്ളിന്ന് ബലൂൺ എടുക്ക് തേച്ച് വെക്കണോ? കൺമിഴിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി പറയുമോ ചൊല്ലുമോ പറയുമോ? ഏതാണ് നീ? ഏതാ? വേഗം പറ, അതിന് നേരല്ല. ഒരു കുട്ടി പാട്ട് പാടട്ട. കാക്കപ്പാടി വന്ന് കാക്കപ്പാടി വന്ന് കാക്കപ്പാടി വന്ന് കുട്ടി അല്ലാതെ എനക്ക് കിട്ടായിട്ടല്ലേ? എന്നാ മതി എടി, എന്നാ കഴിക്കല്ലേ? കഴിക്കട്ടെ. ഇതല്ലേ അത് കട്ട് ചെയ്തോട്ടെ. കായ്പോളന്റെ വേറെ റൈറ്റ് ആണോ? എന്താ നിങ്ങൾ ഓ പറയണേ? അതിന് നിങ്ങളെന്തിനാണ് ഓ പറയണേ? സൂപ്പറാ. നെയ്യാണ്. തറവാട്ട് കുറച്ച് കൊടുത്തേച്ചോണ്ടിരോ? മാങ്ങ ശായിച്ചും ബലൂണോ തൊള്ളി നിർത്താ ചെറുക്കിനത് കിട്ടും. ഗൈസ് നമ്മളെ സോനു വന്നിട്ടുണ്ടോ? സോനുവാ എന്റെ കുറവ് വിളിച്ച പറഞ്ഞോ? അതുപോലെ 2 കേസ് സാധനമായില്ലേ? കുറച്ച് ജിലേബി ഉണ്ട്. അത് ഞാൻ സോനോ ജിലേബി പറ്റൂല. അല്ല, ഓനിക്കാണ് വെച്ചിക്കണത്. അമ്മാക്കൂട്ട് വെച്ചിട്ടില്ല ജിലേബി. അമ്മ കൊടുക്കണ്ട, ഷുഗറാണ്. അതുകൊണ്ട് അത് ജിലേബി ഉള്ളത് നിങ്ങൾക്കും, ഇല്ലാത്തത് മൂത്തമ്മാക്കും. ഈ ജിലേബി ഹലുവി ഇതൊക്കെ എല്ലാവർക്കും കൊടുത്താ എന്റെ വയറ് കാണാൻ വരുന്നവര് കൊണ്ടുവരുന്നതല്ലേ അനക്ക് തിന്നാന് മധുരം. സോനു എന്നായിക്കോട്ടെ, അസ്സലാമലൈക്കും. അവനറിയാം ഇപ്പൊ വാങ്ങും തിരിച്ച്. തിന്നാല് ഈ കിട്ടിയ പോവില്ലേ? പാൽക്കുപ്പിണ്ട്, ഞാൻ നാളെ വെക്കണ്ട് ഇവിടെ.
സുബഹിക്ക് മീനാരത്തെ വലം വെച്ച് പറക്കുന്ന അതിർപാടിക്കിളി മോട്ടർ ഇട്ടുക്കണോ ഇബ്രാഹിം? എന്താണ് ഇന്നത്തെ സ്കൂൾ പോക്കിന്റെ ഉദ്ദേശ ലക്ഷ്യം? എന്താണ് താങ്കളുടെ പ്ലാൻ? വെറുതെ പോവാ? എന്താ പഠിച്ചു ഇത്രയും കാലം പോയിട്ട്? പിന്നെ നമുക്ക് ഇന്ന് രാവിലെ തന്നെ നമുക്ക് 2 ചീഫ് സ്പെഷ്യൽ ഗസ്റ്റുകൾ ഉണ്ട്. ശ്രീ ഔദുക്കുഞ്ഞും എന്ന് ഇത്ര നേരത്തെ നീച്ചല്ല. ശ്രീ ഔദുക്കുഞ്ഞ്, എന്താണ് ഇബ്രുവിന്റെ എന്താണ് ഇബ്രുവിന്റെ ഈ ഒരു നേരത്തെ സ്കൂളില് ഈ രാവിലെ എന്നും നീച്ച് സ്കൂളിൽ പോകുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ജിബ്രാൻ, അത് പിന്നെ വെക്കാം, ഇവിടെ വാ. അഭിപ്രായം പറഞ്ഞു മാണെങ്കിൽ പറഞ്ഞു പോട്ടെ. ചാനലിൽ എന്റെ വർത്താനം കേൾക്കാൻ വേണ്ടിട്ട് നിക്കാണ്. ഇബ്രുവിനെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? അബ്രുവിന്റെ വർത്താനം അതിനോ പറയണില്ലല്ലോ. ഓനെന്നെ ഇഷ്ടപ്പെടില്ല, എല്ലാരും ഓനെ ഒഴിവാക്കില്ല. എല്ലാവർക്കും ജിബ്രാനെ മതിയാവും അല്ലേ? ജിബ്രാനെ ബാ, എന്താണ് നമ്മളെ ഇബ്രുവിന്റെ സ്കൂൾ പോക്കിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? പറടാ. ബസ് വരണ്ട ഇബ്രു? ബസ് വരാനായിട്ടുള്ളേ ഇങ്ങനെ അടിച്ചത്. സോക്സ് ഇല്ലാതെ ചിടല്? അതിന്റെ അപ്പന്റെ സോക്സ്, ഓന്റെ കാപ്പി സോക്സ് എവിടെ? കൊല്ലം വാങ്ങിട്ടല്ല. എന്നിട്ട് ഇത്രയും കാലം അതുവരെ അവർക്ക് ചെരുപ്പേനി ഒന്നല്ലേ? മഴക്കാലം കഴിയോളം ചെരുപ്പാണ് അല്ലേ? എന്നാ ഒന്ന് ഉറപ്പിച്ചോണ്ടിട്ടോ. ഷൂ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഓ DC ഷൂ കണ്ട് ചെറുക്കനേ പഠിച്ചാനാണ് ഫോണെന്നൊക്കെ പറയണ്ടേ. സ്വഭാവം വളരെ മോശ പറയണേ ഇതില്. അല്ലല്ലേ, എന്താ ചായക്കടി? അപ്പോ ചിക്കനോ? അപ്പൊ ചിക്കനല്ല, അപ്പൊ മീന്, അതിലെന്ത് മുള്ള്? അതല്ല, ഞാൻ ജിമ്മിന് പോകുമ്പോഴേ എനിക്ക് ഇതൊന്നും പറ്റൂല കേട്ടോ. അങ്ങനെ ഈ സംഭവങ്ങളൊന്നും. ഈ അപ്പവും ചിക്കനും അങ്ങനത്തെ ചിക്കനും അപ്പൊക്കെ നല്ലതാണല്ലേ? ഞങ്ങള് വൈകുന്നേരം രാത്രി. ശ്രീ ഔദുക്കുഞ്ഞുണ്ട് ഇവിടെ. ഔദുക്കുഞ്ഞ്, താങ്കൾക്ക് എന്താണ് ഇന്നത്തെ രാവിലത്തെ ചായക്കുടിയെ കുറിച്ച് പറയാനുള്ളത്? മാന്തിക്കണല്ലോ, കവിളത്ത് നല്ലൊരു വിര വീണിക്കണല്ലോ. അതെന്താ വർത്താനം ഗായ്സ്? ഞാൻ രാവിലെ നീച്ചാട്ടാ, അവിടെ കുപ്പായ ഇടാത്ത ജിമ്മിനൊക്കെ തുടങ്ങിക്കണേ. സ്റ്റീൽ ബോഡി ഉണ്ടല്ലോ നിങ്ങളെ. ട്രൗസർ ഇട്ടിട്ടില്ല. ആയതാ വയറോ? എന്റെ ബോഡിന്റെ മെയിൻ പാർട്ടേ വയറെന്താ കാണിച്ചു കൊടുക്കാത്ത? കുഞ്ഞോക്ക് നിന്റെ വയറും ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കായിട്ട്. ഞാനെന്താ ഇജ്ജല്ലേ? വരുന്നവർക്കൊക്കെ വയറ് കാണാൻ, വരുന്നതിനൊക്കെ വയറ് കാണിച്ചു കൊടുക്കണം. എന്റെ വയറാണ് കാണിച്ചു കൊടുക്കുന്നത്. എങ്ങനെ? അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മള് അപ്പം ചിക്കനും കഴിക്കാൻ വേണ്ടിട്ട് പോകട്ടോ. അപ്പൊ ഇന്നത്തെ രാവിലത്തെ ചായക്കടി തന്നെ നല്ല ചിക്കൻ മുള്ളിട്ടതുണ്ട്, നല്ല മറ്റേ രാഗി കൊണ്ട് ദോശ അപ്പം ചുട്ടിട്ടുണ്ട്, പിന്നെ ഒരു ഗ്ലാസ് പാലുണ്ട്, ഗ്ലാസ് കട്ടൻ ചായ ഉണ്ട്. ശരിക്കും പാലടിച്ചണോല് ചായ കുടിക്കാൻ പാടില്ല എന്നാണ്, ചായ എടുക്കണോല് പാലടിച്ചിട്ടും കാര്യമില്ല എന്നാണ്. പക്ഷെ ഞാൻ അത് രണ്ടും കുടിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മളിപ്പോൾ ബോഡി തടി കുറക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഗൈസ് നമ്മളെ മീന് നല്ല ഫ്രഷ് മീന് വാങ്ങിക്കൊണ്ടുവന്ന് അല്ലേ, അവിടെ പോയി ഗുഡ്സാരടുത്തുനിന്ന് അതെ മുറ്റത്ത് പെരന്റെ മുറ്റത്ത് പോയി ഗുഡ്സാരടുത്തുനിന്ന് വാങ്ങിക്കൊണ്ടെന്ന് മസാല നന്നാക്കി, മസാല തേച്ച് കണ്ണില് മുളകാക്കി. കണ്ടില്ലേ പാവം മീനിന്റെ കണ്ണില് മുളകാക്കിയൊക്കെ പോലെ.
കണ്ണ് പുറത്തേക്ക് തള്ളിക്കണേ. മുളക് തേമ്പിയൊക്കെ അതിൻ്റെ കണ്ണില്. എന്നിട്ട് പൊരിച്ചെടുത്ത് ചോറ് തിന്നാൻ പോകട്ടോ. ചോറ് വിളമ്പില്ല. അപ്പം ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറാണ്. ചോറും നല്ല മുരിങ്ങാത്താളിപ്പും. താളിപ്പല്ല, മുരിങ്ങാക്കറി അല്ലേ? അതായത് മുരിങ്ങൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും താളിപ്പല്ല കുടിക്കണ്ടേ, താളിപ്പല്ല കഴിക്കണ്ടേ. ആ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഇതാക്കിക്കൊണ്ടുള്ളതാണ്. അതൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഈ ഒരു സംഭവം. മുരിങ്ങൻ്റെ താളിപ്പ് ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്നത്. പിന്നെ ഉള്ളത് കുക്കുംബർ ഉപ്പേരിയാണ്. കുക്കുംബർ അല്ല, കോവക്ക അല്ലേ? കോവയ്ക്കും ക്യാരറ്റ് മിക്സ്ഡ്. അതായത് നമ്മൾ എത്ര മീനും ചിക്കനും ബീഫും തിന്നുകയാണെങ്കിലും നമ്മളൊരു ഫ്രൂട്ട് സലാഡ് ഉൾപ്പെടുത്തില്ല അതിൽ. ഫ്രൂട്ട് സലാഡ് അല്ലാത്തതിന് വരെ പച്ചക്കറി ഉൾപ്പെടുത്തും. കാരണം നമ്മൾ എത്ര മീനും മസാല അങ്ങനത്തെ സംഭവം തിന്നാണെങ്കിലും ചിക്കൻ ഉണ്ടെങ്കിലും ബീഫ് ഉണ്ടെങ്കിലും ഇപ്പം ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ. അതായത് പിന്നെ ഞങ്ങൾ ചട്ടിയിലാണ് വിളമ്പല്ലേ. ആ അതന്നെ പറഞ്ഞേ. പിന്നെ ഇത് കണ്ടില്ലേ, കുടുക്കിയില് വെള്ളമാണ്, ഈ കുപ്പിയില് ചോറ് ചെമ്പട്ടിയിൽ തരാത്ത ഭാഗ്യം. അപ്പൊ അങ്ങനെയൊക്കെ ലൈഫാണ് ഇവിടുത്തെ. കാരണം ഒന്നാമത് ഞാൻ തന്നെ അതിനൊന്നും നമ്മള് മോശം പറയില്ല, അതൊന്നും തെറ്റായിട്ട് നമ്മൾ പറയലില്ല ഇവളോട്. കാരണം ഇവള് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കല്ലേ. 7 മാസം ഗർഭിണിയായ കുഞ്ഞോളെ അവതരിപ്പിക്കുന്ന മീൻ പൊരിച്ചൽ. എടീ ഞാൻ പോയിന്നാട്ടോ. എന്താ ചോദിച്ചാത്തേ? ആ പൊതുവേ ഞാൻ ഇവിടെ നിന്നിട്ട് അനങ്ങിയ അപ്പൊ എവിടുക്ക വെച്ച് കണ്ടാണല്ലോ. ഇത് ചോദിച്ചടി എങ്ങനെ എന്നിട്ട് പോകുമ്പോ എവിടുക്ക വെച്ചാൽ 2 ഫിറ്റിങ് ഇടാനാ? എവിടുക്ക പോകണമെന്ന് വെച്ചാല് അങ്ങനെ ചോദിച്ചോ എവിടുക്കാണെന്ന്. ആ ചോദ്യം ചോദിച്ചു എനിക്കൊരു സന്തോഷല്ലേ. ഇതൊക്കെ പറഞ്ഞു പോകുമ്പോ ഒരു റാത്തല്ലേ. ഗൈസ് ഞങ്ങളെ റോഡിൽ കൂടെ ലോറി 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 ജി കണ്ടിട്ടില്ല കെട്ടിച്ച്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ജി കൂടെ ലോറി വേണം എടുക്കണോ നമ്മളെ റോഡിൽ കൂടെ? എന്ത് റോട്ടിൽ കൂടെ അങ്ങനെ പറയാ? ഇതങ്ങനെയൊക്കെ ചോദിച്ചോണ്ട് കുഞ്ഞോളെ. അതൊന്നല്ല, ഞാൻ എങ്ങോട്ടേലും പോവാണെങ്കിൽ എനിക്ക് പോയി ചോദിച്ചാലുള്ള അവകാശാധികാരം ഇതുണ്ട്. മൈ ഭാര്യടി, മൈ ഭാര്യ. ഓള് നമ്മളോട് ചോദിച്ചാൽ പോകും. നോക്ക് തോന്നി എടുത്തു കൂടെ. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്നും കാണണല്ലോ എന്നല്ല എന്നെ. അതല്ലേ ഞാനേ എന്നോട് തുണി ഡ്രൗസർ ഇട്ടിട്ട് എന്നിട്ട് ആൾക്കാർ വിചാരിച്ചു നമ്മളിത് കള്ളുടിയാനാണ് നോക്കി. എന്നാളുടെ തിയേറ്ററിൽ 4 കള്ളുടിച്ചിട്ട് മുമ്പൊക്കെ മെസ്സേജ് അയച്ചു. കാരണം ഞാൻ അങ്ങനത്തെ ഒരു കീറത്തുണി എടുത്താൽ ഞാൻ എനിക്ക് പ്രശസ്തി ഇഷ്ടമല്ലല്ലോ. ഇന്ന് ഞാൻ ഇപ്പോൾ ഒരു പാൻറ് ഇട്ട് പോയതാണ്. ഇന്നിപ്പോൾ അത്യാവശ്യ കാര്യത്തിൽ പോവുകയാണ്. ആ കിണർ മണ്ണാണ് മണ്ടൊക്കെ. അപ്പം നമ്മളങ്ങനെ പോകുമ്പോൾ ഇതാക്കണം ഇവളെ മനസ്സിൽ അപ്പം തുടങ്ങും. എവിടുക്കാ എന്തിനാ ഒരു ഭർത്താവിനോട് ചോദിച്ചാൽ പറ്റിയ ചോദ്യമാണ്. നിങ്ങളെ പെണ്ണുങ്ങളാരോടൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ മാപ്പിളാരോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? സബ്സ്ക്രൈബേഴ്സേ ഞാൻ നിങ്ങളെ ബേഴ്സേ എന്നാട്ടോ വിളിക്കുക. സബ്സ്ക്രൈബർ എന്നൊക്കെ പറയുമ്പോൾ കുറേ വലിയ വാക്കായി. നമ്മളൊരു അടുപ്പിലെ ആൾക്കാരാകുമ്പോൾ നമുക്ക് ചുരുക്കി ഒരു ഓമന പേരിടാം. ബേഴ്സ്, സബ്സ്ക്രൈബേഴ്സിൻ്റെ ബേഴ്സ് കേട്ടോ. പറ്റില്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ പോട്ടെട്ടോ. നമ്മളെ ഒരു വമ്പൻ ക്രിക്കറ്റ് ലീഗ് വരുന്നുണ്ട്. അപ്പോൾ എന്താ അതിന് കപ്പ് വാങ്ങണം. അപ്പോൾ കപ്പ് നിങ്ങൾക്ക് അറിയാലോ, കപ്പ് നല്ല നോക്കി വാങ്ങണമെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസം ഉള്ളവർ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ ഒക്കെ കാണാൻ നമുക്ക് കേട്ടോ. ഓക്കെ കപ്പും കൊണ്ട് വരുള്ളൂ ഞാൻ. ഗൈസ് ഇത് ക്രിക്കറ്റ് മാച്ച് ഉണ്ട്. കപ്പും കൊണ്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ. കപ്പും കൊണ്ടേ, കാരണം കപ്പ് വാങ്ങാനാണ് പോകുന്നത്. എന്നിട്ട് അത് കളി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ജയിച്ചു നമുക്ക് കപ്പ് കൊടുക്കും. ഓക്കെ അല്ല എങ്ങോട്ടാണ് പിന്നെ എന്തിനാണ് പോന്നേ? ഞാൻ അപ്പൊ പീടി പോയി എന്നപ്പോൾ തന്നെ അങ്ങോട്ട് ഞാൻ അതിന് പോയതേനി. കുപ്പായടല്ല ഇത് വരല്ലേ, കുപ്പായിട്ട് വാ. എന്താണ് അങ്ങനെ മതി, വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ്. എന്നാലും എനിക്കിത് കൊള്ളുണ്ടല്ലോ ബ്രോ, വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാ. എന്താ എന്റെ പ്രശ്നം എന്താണ്? അനക്ക് ബല ആരെങ്കിലും ഒന്നാണ് വന്ന അപ്പ എനക്ക് ഓലപ്പൊന്ന് പോണല്ലോ അല്ലേ? ഇന്ന് ഫുള്ള് അവിടെ ഇന്ന് പകൽ അവിടെ അല്ലേ? അവിടുന്ന് ഉമ്മാനോട് അറിയണേ എന്റെ അപ്പച്ചിക്കൊന്ന് വിളിച്ചു നോക്കി ഇനി ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. അതെന്ത് പറഞ്ഞാണ്ടാണ്?
അത് എന്നോട് ഞാൻ എന്താ പറഞ്ഞേ? ആരെ പറ്റിച്ചാനാണ് അങ്ങനെ പറഞ്ഞേ? അറിയത് ആ എന്നിട്ട് പിന്നെ എന്നെ ശരിക്കും വെറുതെ മൂതി കുത്തി ബുക്കാൻ നിൽക്കണ്ട കേട്ടോ. ജന്തുക്കൾ ഉണ്ടാവും. അത് എന്ത് ആ ആ ആയിക്കോട്ടെ പറഞ്ഞോളൂ. ഞാൻ വേറൊരു ദിവസം കൊണ്ടുപോവില്ല, മനസ്സിലായോ? കഴിഞ്ഞല്ലോ. ഞാൻ അതേമാതിരി എന്നോട് പറഞ്ഞു ജിബ്രാനെ കൊണ്ടുപോകും. അതെ, എങ്ങനെയുണ്ട് ഐഡിയ? എന്റെ വാസി കുയിന്ത് ഇവിടെ നടക്കൂല, മനസ്സിലായോ? മൂക്കിനെ കുത്തി ചെറിയത്തെ പല്ലി ചോര ചീറ്റിച്ചു ഞാന്. നേഴ്സിനോട് പറയണേ, നേഴ്സിനെയും കൊണ്ടിവിടെ നിർത്തണം. എന്നാ ഓന്റെ പുറപ്പിന് കൊടുക്കും, പുതിയ പുറപ്പ് നെയ്ച്ചൂര് കൊടുക്കും. ഓന്റെ പുറപ്പൊക്കെ പോയക്കാതിരിക്കാനല്ലേ നേഴ്സുമ്മ കേട്ടോ. അന്റെ പുറപ്പ് ആ പല്ലും തേക്കാതെ പ്ലീസ് ഇതിവിടെ ഇംഗ്ലീഷ് അറിയാത്തോണ്ട് ഇത്രയും നേരാക്കി ഓലപ്പം നിന്നിട്ട് നമുക്ക് പൂതി മാറിയിട്ടില്ലേ? വെറുതെ ചെറുക്ക് കിട്ടാൻ നിക്കണ്ട കേട്ടോ. വീഡിയോ ഓഫായി കഴിഞ്ഞാ ഇപ്പൊ വിളിച്ചേണ്ടി വരും കേട്ടോ. വീഡിയോ സബ്സ്ക്രൈബേഴ്സിന്റെ വിചാരം ഇപ്പൊ എന്തിക്കാരം അറിയും? സബ്സ്ക്രൈബേഴ്സിന്റെ വിചാരം എന്തിക്കാരം അറിയോ? ഇവനെന്ത് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ വിളിക്കണത് എന്ന് പറഞ്ഞാണ്ട് നിക്കും. ഇതിനോടൊക്കെ എങ്ങനെയാ അടിച്ചതില്ലേ അല്ലാതെ അല്ലേ? ഇതിനോടൊക്കെ എങ്ങനെയാ മാണ്ടാത്തരം പറയാൻ പാടില്ല എന്ന് പറയാ. പറഞ്ഞിട്ട് എന്താ കാര്യം? ചെറിയത്തെ പല്ല് കൊയിച്ചതില്ല അല്ലാതെ. ജിബ്ര അന്നോളോട് ചോദിച്ചു, ഓള് ആ പറഞ്ഞാലും നിന്നോട്ടെ. എന്റെ മരിക്കാനൊക്കെ തന്നെ സ്വഭാവം ഉണ്ടാവുള്ളൂ. ആരെയും പോകുമ്പോ വല്ലാതെ നിക്കൂടെ അടിച്ചുമ്പോ നല്ലൊരു അമറാടി തല്ല് കിട്ടും, തല്ല് കിട്ടും മുണ്ടാക്കി. എന്താണ് എന്തിന് ഇതിനാ കറ്റാക്കണേ? ആദ്യം നിങ്ങൾ ടാ പറയാൻ പഠിച്ചു വരികടാ കേട്ടോ. അതെ, അതിന് ഞാനല്ലതല്ല, എന്റെ തള്ള തന്നെ തല്ലു തന്നെ. അടിച്ചിട്ട് ചോര ചീറ്റിച്ചു എന്റെ തൊള്ളിന്ന്. ആ നിങ്ങളാ പുട്ടുണ്ടാക്കല് ഞാൻ ശരിയാക്കി തരാം കേട്ടോ. ഇവിടെ ഒന്ന് കാണ്ട് വെറുതെ കിട്ടാൻ നിൽക്കണ ചെറുത് കേട്ടോ. വലിയെല്ലാം ചെറിയതല്ലൊക്കെ അവിടെ മുറ്റത്തെ ഇപ്പൊ ഓട്ടോറിക്ഷ കയറിനോട്ട് നിന്നിട്ട് ഇപ്പൊ എന്താട്ടിക്കണ കുളിച്ചിട്ട് ഇറക്കിയേക്ക് ഇപ്പൊ പറഞ്ഞു ഇവിടെ വരും, രണ്ടാളും ഇവിടെ വരികയായിരുന്നു. എന്നിട്ട് മുറ്റത്തേക്ക് ഇറക്കിയാണ്ട് ഓല കൊണ്ട് അവിടെ തന്നെ കൊണ്ടുപോയി എടുത്തോടത്തേക്ക് തന്നെ കൊണ്ടുപോയി വിച്ചു, രണ്ടാളെ കൊണ്ടു. തന്നെ വെറുതെ വീഡിയോ ഓഫ് ആക്കോളുള്ളൂ മോനെ എന്റത് കേട്ടോ. അത് കഴിഞ്ഞ എന്റെ ചെറിയ പല്ല് ഞാൻ കൊഴിച്ചു. ഇപ്പൊ ഞങ്ങൾ മൂന്നാളൊക്കെ കുട്ടികളൊക്കെ കടന്നപ്പോ ഇപ്പൊ എന്നോട് ഞാൻ പറഞ്ഞേ അങ്ങോട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു. അതിലിപ്പ പറഞ്ഞു അറിഞ്ഞപ്പോ നീങ്ങി എത്താ തന്താന്നത്ത തന്ത പറയണേ. അത് എത്ത തന്ത ഇങ്ങനെ അറിയട്ടോ. ഇവിടെ കുട്ടി ചിലപ്പോൾ ഇവിടെ അസുഖമുണ്ടോ അല്ലെങ്കിൽ ഇന്നാണ്ടാവും. എന്നിട്ട് ഞാൻ ഇവിടെ നീച്ചു നോക്കും, നോക്കി ഇവിടുന്ന് നീക്കാനേ എന്താ നോക്കി നിങ്ങൾ പോകുന്നത് ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ കാലിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കാലിൻ്റെ അവിടെ സൈഡിൽ കൂടെ ഇറങ്ങണോ? അപ്പുറത്തെ നീങ്ങി പോണോ? നിങ്ങളെ ഇപ്പാനോട് പറയാനോ നിക്കരുത്. ഇപ്പാന്റെ മേത്ത് കൂടെ അങ്ങോട്ട് പോയാ മതി. അപ്പൊ ശ്വാസം കിട്ടാതെ അതല്ലേ ഇപ്പൊ പറഞ്ഞത് ഓര് പറ്റിയിട്ടില്ല. അപ്പൊ ആ തന്ത്രം നിന്റെ കുട്ടിയൊക്കെ ന്യായത്തിന്റെ ഒപ്പം നിക്കണ ആളല്ലേ? അല്ലേ? കടിക്കാൻ
നിങ്ങള് കുടിച്ച വെള്ള കുപ്പിയാണ് അത് വല്ലാതല്ല അടിയിൽ നിന്ന് രാവിലെ തിന്ന മുതലുണ്ട് രാത്രി അതിന്റെ അടിയില് ഫുള്ള് സാധനങ്ങള് അത് അരി മറ്റും അത് ഞങ്ങളുടെ ഇന്നത്തെ റെസിപ്പി എന്താന്നുള്ളത് അതൊക്കെ ഫുള്ള് അയക്കങ്ങ നോക്കി കുപ്പായ കണ്ണപ്പൊ കാണാ ചിമ്പിൽ കണ്ണട വരുന്നു ആദ്യ ആവശ്യം വന്നാല് ഓന്റെ കണ്ണാണ് മാറിയാണ് കേട്ടോ ഞാൻ നല്ലോണം ശരിയായി തരാം വീഡിയോ ഓഫ് ആക്കണോട് കൂടി എന്റെ ചൊള്ളയിന്ന് ചോര ചീറ്റും ചൊള്ളയിന്ന് കുട്ടികളെങ്ങനെ പറയുന്നല്ലോ അതൊന്ന് കാക്കുഞ്ഞോട് പറഞ്ഞേ കാക്കുനെ അങ്ങനെ വിളിച്ചപ്പേ ഞാൻ പറഞ്ഞേ നിങ്ങളങ്ങനെ ഉമ്മാനൊക്കെ വിളിച്ചലില്ല അപ്പൊ നിങ്ങൾ എന്താ അറിയില്ല എന്താ നിങ്ങളെ തള്ളക്കോയ്യോ കോയി തള്ളേ അങ്ങനെയല്ലേ നിങ്ങളെ അറിയല് അത് ഞാൻ ഇത്ര വലുപ്പായിട്ടല്ലേ വിളിച്ചത് നിങ്ങൾ അത്ര വലുപ്പായിക്കണമെങ്കിൽ ഓലിപ്പോ തന്നെ വിളിച്ചാലോടും കർമ്മഫലം പറഞ്ഞില്ലേ കൊറേ നേരയിക്കണേ ഞാൻ അടുത്ത വിളിക്കലാണ് ഇവരെ അടങ്ങി നിന്നോ വെറുതെ തൊള്ളിത്തെ ചോര ചീറ്റ ഇന്നിപ്പോ എന്നോട് ആരപ്പ പറഞ്ഞു എന്റെ ക്ലാസ് ചെക്കൻ പറയാ അല്ല എപ്പലേ പാവാലേ എങ്ങനെ തൊള്ള പറഞ്ഞു നടക്കും എന്നിപ്പോ എന്തോ ഒരു പാവാണ് എന്ത് സൈസ് സ്വഭാവം ഞാൻ അറിയില്ല അങ്ങാടി ഒന്ന് അന്വേഷിച്ചാ മതി അത് അവിടുന്ന് വന്നാലേ എന്ന് പറഞ്ഞു പാരമ്പര്യം എനിക്ക് ഒന്ന് അങ്ങനെ ഭയങ്കര സൈലന്റ് അല്ലെ എന്താ സൈലന്റ് പിന്നെ എന്നെ കുറിച്ചൊക്കെ പുകഴ്ത്തി പറഞ്ഞു നമ്മളെ കാണാൻ മാതിരല്ല ഇങ്ങനെ കണ്ട ഭയങ്കര സാധനമാണെന്ന് കരുതും പക്ഷെ ഫോണിൽ കാണിയിരുന്നത് എന്തോ ഒരു സിമ്പിളാണ് നിങ്ങളൊക്കെ പറഞ്ഞേ താങ്ക് യു രണ്ടാളും ഇവിടെ നിന്നോളി അതൊന്നും എന്നിട്ട് ആ അബ്രൂനെ ആ നൈശല്യത്ത് കത്തിക്കാം രാവിലെ എണീറ്റ് പോണം വൈത്താര കൂടണൊക്കെ ഇവിടുന്നാൾ പോയാ മതിയല്ലോ ഇവിടെ ക്യാമറമാന്റെ ആവശ്യമുണ്ട് അബ്രൂനെ കൊണ്ടുപോയി ഞാൻ പറയാം അബ്രൂനെ കൊണ്ടുപോ നിക്കും ഇപ്പൊ വരെ കൊണ്ടോണ്ടാവും അപ്പൊ അത്ര അതല്ല ഞങ്ങളടുത്ത് കിടക്കാണെങ്കിൽ കുഴപ്പമില്ലേ അതിനവിടെ ഇല്ല കുഞ്ഞിന്റെ ലൈറ്റ് ഓഫ് ആക്കി അങ്ങോട്ട് ആക്കി തരേണ്ടി വരും അതാണ് അവന്റെ അതിപ്പാക്കൂല ഇജാക്കോ ഞാനൊക്കെ ചുറ്റും പേടി എന്റെ ഒപ്പം ആരെങ്കിലും പോരുകയാണെങ്കിൽ അപ്പുറണ്ടാവേ ഓളെ കൊണ്ടാക്കാൻ വെക്കോണ്ട് പിന്നെ അതേ സിബത്തോടെ നമുക്ക് ഏതായാലും ഒരു ക്യാമറമാന്റെ ആവശ്യമുണ്ട് വീഡിയോ എടുക്കാനല്ലേ ഇന്ന് മറ്റേ വീഡിയോ എടുക്കുന്നത് കടഞ്ഞിട്ട് ആയിക്കോട്ടെമ്മ അസ്സലാമലൈക്കും കൊണ്ടേ പോയിക്കോ അല്ലേ ഇവിടെ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ സംഭവിക്കുക അതിന് പണ്ട് സപ്പോർട്ട് വേണ്ടേ